റയൽ മാഡ്രിഡ് റോഡ്രിനെ തീരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പല റയൽ മാഡ്രിഡ് ഓഡിയൻസും പറയുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി. ഹോസെ മൊറീനിയോ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, റോഡ്രിക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. പുള്ളി റോഡ്രിയെ കോൾ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് റയൽ ബിഡും വെച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റോഡ്രിക്ക് താല്പര്യം ബാഴ്സലോണയാണ്. പിന്നെ എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റയൽ മാഡ്രിഡ് തന്നെ, എൻ്റെ ടീം റയൽ മാഡ്രിഡാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റോഡ്രി റയൽ മാഡ്രിഡിലോട്ട് വരാത്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ടു ബി ഫ്രാങ്ക് പറയില്ല, റോഡ്രി വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് റൂം പരിപാടി ഒട്ടും സുഖമല്ല കാര്യമായി എന്ന് വരില്ല. കാരണം വിനി റോഡ്രി ഓൾറെഡി അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ബാലൻഡിയോറിൽ അവർ തമ്മിലുള്ള ആ ഒരു ഈഗോ വർക്കൗട്ട് ആവാൻ ചാൻസ് വളരെ കുറവ്. ഓൾറെഡി പെട്ടിരിക്കുകയാണ് ഈ ഈഗോന്റെ കാര്യത്തിൽ. റയൽ മാഡ്രിഡ് ഡ്രസ്സിംഗ് റൂം പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ അർബലാവ് എന്ന് പറഞ്ഞ മാൻ മാനേജിങ് സ്കില്ലിൽ വളരെ എക്സ്പീരിയൻസ് കുറവുള്ള അർബലാവ് വന്നു കണ്ട ആ ഒരു ഡ്രസ്സിംഗ് റൂം ആകെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈഗോ പ്രശ്നമുണ്ട്. അപ്പോൾ റോഡ്രി ഇനി ഈ ഒരു ടീമിലോട്ട് റയലിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പണിയാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. റോഡ്രി റയൽ മാഡ്രിഡിലോട്ട് വരാത്തത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, പിന്നെ റോഡ്രി ബാഴ്സയിലോട്ട് പോയത്. റോഡ്രി ഈസ് എ പെർഫെക്റ്റ് പ്ലെയർ ടു ബാഴ്സ. ഓക്കെ, ബാഴ്സന്റെ മിഡ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് പ്ലെയർ ടു ബാഴ്സയാണ് ആക്ച്വലി റോഡ്രി എന്ന് പറയുന്നത്. റയലിന്റെ മിഡ് ഒന്നുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കമ്പാരിറ്റീവ്ലി ഒരു എന്താ പറയുക, പിവറ്റ് കൺട്രോളിങ് മിഡ്ഫീൽഡർ എന്നൊക്കെ പറയുന്ന ഒരാൾ റയൽ മാഡ്രിഡിൽ ടോണി ക്രൂസ് പോയതിനു ശേഷം ഭയങ്കര ലാക്കിംഗ് ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് പല ബിഗ് മാച്ചസിൽ നമ്മൾ കാണാറുമുണ്ട്. ആ ഒരു സാധനം മിഡിൽ ഒന്നും നടത്തിയില്ല. ആകെ നടത്തിയത് ഒരു ബെർണാഡോ സിൽവയാണ്. ബെർണാഡോ സിൽവ 30 കഴിഞ്ഞൊരു പ്ലെയറാണ്. പുള്ളി ഇതുവരെ ഫ്രണ്ട്ലീസിലൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഇനി അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ലീഗും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെറുതെ കുറേ ചെൻ്റെ ടീമിനോട്ട് സമനിലയും പൊട്ടിയിട്ടൊക്കെ വെറുതെ കൊണ്ടേ കളഞ്ഞത്. ലീഗും നമുക്ക് അത്രയധികം പേടിക്കാനില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ്, അവിടെയാണ് റയലിൻ്റെ ആ ഒരു ഹെറിറ്റേജ് നമുക്ക് കാണേണ്ടത്. സോ അവിടെ അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മിഡ്ഫീൽഡറിൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ്രി വന്നിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിഡിന് അടിപൊളിയേനെ, പക്ഷേ ആ ഒരു ഡ്രസ്സിംഗ് റൂം അത് ചിലപ്പോൾ മേ ബി ആകെ വശമായി പോയേനെ. വരാത്തത് നന്നായി, പക്ഷേ റയൽ മിഡിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തതുമില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വലിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും. പിന്നെ എൻ്റെ കണ്ടന്റ് കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.